കടൽ വെള്ളത്തിലുള്ള 92 ധാതുക്കളും അതേ അനുപാതത്തിൽ രക്തത്തിലെ പ്ലാസ്മയിലും അടങ്ങിയിരിക്കുന്നു എന്നറിയാമോ? രക്തത്തിന് കടൽവെള്ളത്തിനേക്കാളും സാന്ദ്രത കുറവാണെന്ന് മാത്രം. ജീവൻ നിലനിർത്താൻ അനിവാര്യമായ 4 പ്രധാന ഘടകങ്ങൾ ഓക്സിജൻ, വെള്ളം, സോഡിയം, പൊട്ടാസ്യം എന്നിവയാണ്. ഇതിൽ സോഡിയം പ്രധാനമായും ഉപ്പിൽ നിന്നും ലഭിക്കുന്നു. പൊട്ടാസ്യം കൂടുതലായി കാണപ്പെടുന്നത് പറിച്ചെടുത്ത ഉടനെയുള്ള പഴങ്ങളിലും പച്ചക്കറികളിലുമാണ്. കടൽ വെള്ളത്തിലുള്ള 92 ധാതുക്കളിൽ ഏകദേശം 30% സോഡിയവും 55% ക്ലോറൈഡുമാണ്. കടൽ വെള്ളം വറ്റുമ്പോൾ ഏകദേശം 10ഓളം മൂലകങ്ങൾ ബാഷ്പീകരിക്കപ്പെട്ട് 82ഓളം ധാതുക്കളടങ്ങിയ ഉപ്പ് ലഭിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സോഡിയം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലോറൈഡും ശരീരത്തിന് അത്യാവശ്യമുള്ള ധാതുവാണ്. സോഡിയവും ക്ലോറൈഡും ശരീരത്തിനകത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ബാക്കിയുള്ള ധാതുക്കളും നാം കഴിക്കുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് വിളിക്കുന്ന ഉപ്പിനകത്ത് ഉണ്ടായിരിക്കണം. ഈ ധാതുക്കളാണ് ഉപ്പിന് രുചി നൽകുന്നത് എന്നതും അറിയുക. റിഫൈൻ ചെയ്ത് ബ്ലീച്ച് ചെയ്ത് ഉയർന്ന നിലയിൽ ചൂടാക്കി ഇതുവഴി 80% ധാതുക്കളും നഷ്ടപ്പെട്ട വെറും സോഡിയവും ക്ലോറൈഡും മാത്രമുള്ള ഉപ്പാണ് നാം ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പൊട്ടാസ്യം കോശങ്ങൾക്കകത്തും സോഡിയം കോശങ്ങൾക്ക് പുറത്തുള്ള എക്സ്ട്രാ സെല്ലുലാർ മെംബ്രെയിനിലുമാണ് കൂടിയ അളവിൽ കാണപ്പെടുന്നത്. കോശങ്ങൾക്കകത്തേക്ക് പൊട്ടാസ്യത്തെയും പുറത്തേക്ക് സോഡിയത്തെയും എത്തിച്ച് അവയുടെ അനുപാതം ശരിയായ രീതിയിൽ നിലനിർത്താൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പമ്പ് ഈ മെംബ്രെയിനകത്തുണ്ട്. ഈ മെംബ്രെയിനിന്റെ പ്രവർത്തനത്തിന് മഗ്നീഷ്യം ആവശ്യമാണ്. പൊട്ടാസ്യം കഴിഞ്ഞാൽ കോശത്തിനകത്ത് കൂടിയ അളവിൽ കാണപ്പെടുന്നത് വെള്ളത്തെ ആകർഷിക്കാൻ കഴിവുള്ള മഗ്നീഷ്യമാണ്. മഗ്നീഷ്യമാണ് കോശത്തിനകത്തും പുറത്തുമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. കൂടിയ അളവിൽ നാം ഉപ്പ് കഴിക്കുമ്പോൾ എക്സ്ട്രാ സെല്ലുലാർ മെംബ്രെയിനിൽ സോഡിയത്തിന്റെ അളവ് കൂടുന്നു. ഇത് നേരെയാക്കാനായി കോശത്തിനകത്തു നിന്നും വെള്ളം മെംബ്രെയിനിലേക്ക് വരികയും കോശം ചുരുങ്ങുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇത് നേരെയാക്കാനായി കൂടുതൽ വെള്ളം ശരീരത്തിന് ആവശ്യമുള്ളതിനാലാണ് ഉപ്പ് കഴിക്കുമ്പോൾ നമുക്ക് ദാഹം അനുഭവപ്പെടുന്നത്. വെള്ളം ധാരാളം കുടിച്ചിട്ടും കോശങ്ങൾക്കകത്ത് ആവശ്യത്തിന് മഗ്നീഷ്യം ഇല്ലെങ്കിൽ വെള്ളത്തിന് കോശങ്ങൾക്കകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. മഗ്നീഷ്യം ഇല്ലാത്ത ടേബിൾ സോൾട്ട് സ്ഥിരമായി കഴിക്കുമ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പ് പ്രവർത്തിക്കാതെ വരികയും സോഡിയം ഓസ്മോസിസ് വഴി കോശത്തിനകത്തേക്ക് പ്രവേശിച്ച് കോശം വീർക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ശരീരം ഇത് ശരിയാക്കാനായി രക്തം വഴി കൂടുതൽ ധാതുക്കളും വെള്ളവും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് രക്തസമ്മർദ്ദം ഉയരുന്നതിന് കാരണമാകുന്നു. രക്തസമ്മർദ്ദം കുറക്കുന്നതിനായി നിങ്ങൾ ഉപ്പിന്റെ അളവ് കുറക്കുമ്പോൾ മെംബ്രെയിനിലുള്ള സോഡിയത്തിന്റെ അളവും കുറയുന്നു. ഇതുമൂലം ഓസ്മോട്ടിക് പ്രഷർ കുറയുന്നതിനാൽ വെള്ളം പ്രഷർ കൂടുതലുള്ള കോശത്തിനകത്ത് പ്രവേശിക്കുകയും കോശം വീർക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതും രക്തസമ്മർദ്ദം കൂടാൻ കാരണമായി തീർന്നു. അതായത് ഉപ്പ് കഴിച്ചില്ലെങ്കിലും റിഫൈൻ ചെയ്ത ഉപ്പ് കഴിച്ചാലും രക്തസമ്മർദ്ദം കൂടുമെന്നർത്ഥം. സോഡിയവും ക്ലോറിനും മാത്രമുള്ള ഉപ്പ് നമ്മുടെ നാവിന്റെ രുചി ഇല്ലാതാക്കുന്നതിനാൽ നമുക്ക് കൂടുതൽ ഉപ്പ് കഴിക്കണമെന്ന തോന്നലുണ്ടാകുന്നു. രക്തസമ്മർദ്ദം ശരിയായി നിലനിർത്താൻ ധാതുക്കൾ നീക്കം ചെയ്യാത്ത ഉപ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയ ഭക്ഷണം തുടങ്ങിയവ ആവശ്യത്തിന് കഴിക്കുക. സോഡിയത്തിന്റെ സഹായത്തോടെ മാത്രമേ ഭക്ഷണത്തിലുള്ള പഞ്ചസാരയ്ക്ക് രക്തത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മധുരമുള്ള വിഭവമാണ് തയ്യാറാക്കുന്നതെങ്കിലും അതിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത്.